السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മക്കക്കാരെയും മദീനക്കാരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, മുസ്അബ് ഇബ്നു ഉമൈർ ആണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രബോധനത്തിനായി പോയത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട ആ പ്രയാസങ്ങളെ പറ്റിയിട്ടൊക്കെ വളരെ വിശദമായി തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എല്ലാ നബിമാർക്കും ഒരു ഏഴ് സ്പെഷ്യൽ ആയിട്ടുള്ള ചില ഒരു ശിഷ്യഗണങ്ങൾ ഉണ്ടാവും. 7 സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകൾ. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. പ്രവാചകൻ പറയുന്നത് എനിക്ക് 14 പേരുണ്ട്. അപ്പോൾ 14 പേരുണ്ടായിരുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അത്ര. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും എൻ്റെ 2 മക്കളും, അഥവാ അലി റളിയല്ലാഹു അൻഹു, ഹസൻ, ഹുസൈൻ, ജാഫർ, ഹംസ, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ്, മുസ്അബ് ഇബ്നു ഉമൈർ, ബിലാൽ, സൽമാൻ, അമ്മാർ, മിഖ്ദാദ്, ഹുദൈഫ, ഇബ്ൻ മസ്ഊദ്, അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അജ്മഈൻ. ഇവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർ എന്ന് അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അസറിൽ കാണാൻ പറ്റും. അപ്പൊ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ബനു അബ്ദരി എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്നായിരുന്നു. അപ്പൊ ഈ ബനു അബ്ദരി എന്ന് പറയുന്ന ഗോത്രം എന്നുള്ളത് ഖുറൈശികളിലെ പ്രധാനപ്പെട്ട വലിയ ഗോത്രത്തിൽപ്പെട്ടതൊന്നല്ല, ചെറിയൊരു ഗോത്രമാണ്. പക്ഷെ ചെറിയ ഗോത്രങ്ങളിൽപ്പെട്ട ചില ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അവർ ചെറിയ ഗോത്രങ്ങളാണെങ്കിലും ശരി, വലിയ സമ്പത്ത് ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. എന്നാൽ വലിയ ഗോത്രങ്ങളുടെ ആ കയ്യിലാണ് അധികാരം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ അന്ന് മക്കയിൽ പല ഗോത്രങ്ങളെയും അതിലുള്ള ആളുകളെയും കാണാൻ പറ്റും. മുസ്അബ് ഇബ്നു ഉമൈർ വരുന്നത് അന്നത്തെ ഈ ചെറിയ ഗോത്രങ്ങൾ വെച്ചിട്ടുള്ള ഏറ്റവും പണക്കാരുടെ ഗോത്രത്തിൽപ്പെട്ടവരാണ്. മാത്രവുമല്ല, അദ്ദേഹമാണ് ആ ഗോത്രത്തിലെ ഏറ്റവും പണക്കാരനായ വ്യക്തിയും. അദ്ദേഹം അതീവ സുന്ദരനായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയായിരുന്നു അദ്ദേഹത്തെ കാണാൻ. ചില ആളുകളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് ഉമൈർ എന്നുള്ളതും ഉമ്മയുടെ പേര് ഖുന്നാസ് ബിൻത് മാലിക് എന്നാണ് ഉമ്മയുടെ പേര്. അപ്പൊ 2 സഹോദരന്മാരുണ്ട് ഉപ്പയുടെ ഭാഗത്ത് നിന്നും, മൻസൂർ ബിൻ ഉമൈറും അബു യസീദ് ബിൻ ഉമൈറും. ഇവർ ഇസ്ലാം സ്വീകരിച്ചതായി കാണാൻ പറ്റും. അതിൽ ഉപ്പ വളരെ വലിയൊരു പണക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപ്പയിൽ നിന്ന് മുസ്അബ് ബിൻ ഉമൈർ വലിയ സമ്പത്ത് അത് ഇൻഹെറിറ്റ് ചെയ്യുകയുണ്ടായി, അനന്തരം എടുക്കുകയുണ്ടായി. അപ്പൊ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സമ്പത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മുഴുവൻ സമ്പത്തും എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ മക്കക്കാരുടെയും സമ്പത്തിന്റെ പകുതിയോളം വരും എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. അത് അദ്ദേഹത്തിന്റെ ഉമ്മ വീണ്ടും വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഉമ്മ വീണ്ടും വിവാഹം കഴിക്കാതെ അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ പണക്കാരൻ, ഏറ്റവും ധനികയായ ഒരു ഉമ്മ ഉണ്ട്. ആ ഉമ്മയാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് എന്നുള്ള ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വളരെ സ്പോയിൽഡ് ആയിട്ടുള്ള ഒരു കുട്ടി അതായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ. അപ്പൊ ധാരാളം സ്വർണം ധരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ ഏറ്റവും നല്ല വസ്ത്രങ്ങളാണ്. അതായത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി മാത്രം യമനിൽ നിന്ന് ഒരു ടൈലർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ ഷൂസ് വരെ ടൈലർ മെയ്ഡ് ആയിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ സുഗന്ധം, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സുഗന്ധം, അത് ഒരുപാട് ദൂരം സഞ്ചരിച്ച അല്ലെങ്കിൽ ഒരുപാട് ദൂരത്തുള്ള ആളുകൾക്ക് പോലും മനസ്സിലാവുമായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആണ് ഈ വരുന്നത് എന്നുള്ളത്. അപ്പൊ അദ്ദേഹം എന്താണോ ധരിച്ചിരുന്നത് അതാണ് മക്കയിൽ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ്. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏറ്റവും പണക്കാരനായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഒരു ഗോത്രത്തിന്റെ അവസ്ഥ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇസ്ലാം സ്വീകരിക്കാൻ ഒരു ചാൻസും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം എന്ത് ചെയ്യാണ്, ദാറുൽ അർഖമിനെ പറ്റി കേൾക്കുകയാണ്. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ വേണ്ടി അവരെ പഠിപ്പിക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന ഒരു വീടാണ് ദാറുൽ അർഖം. അപ്പൊ ആ ദാറുൽ അർഖമിൽ വെച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 20ഓളം ആളുകളോട് സംസാരിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹം ഈ ദാറുൽ അർഖമിനെ പറ്റി കേൾക്കുന്നത്, പ്രവാചകന്റെ ഈ സന്ദേശത്തെ പറ്റിയൊക്കെ കേൾക്കുന്നത്. അപ്പൊ മുസ്അബ് ബിൻ ഉമൈർ ഇത്ര തന്നെ പണക്കാരനാണെങ്കിലും ശരി, അദ്ദേഹത്തിന് ആ ഒരു ധാർഷ്ട്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ പണത്തിന്റെ ധാർഷ്ട്യവും ഹുങ്കും കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അഹങ്കാരികളായ ആളുകളെ സംബന്ധിച്ച് അവര് സത്യം സ്വീകരിക്കാൻ അവർക്ക് വലിയ മടിയായിരിക്കും. അല്ലെങ്കിൽ അഹങ്കാരം എന്ന് പറയുന്ന വികാരം ജന്മന ഉണ്ടെന്നുണ്ടെങ്കിൽ ആര് സത്യം എന്ന് പറഞ്ഞാൽ സത്യം കേൾക്കാൻ കഴിയില്ല. അത്രയും മോശപ്പെട്ട ഒരു വികാരമാണ് ഈ അഹങ്കാരം എന്നുള്ളത്. ഇബ്ലീസിനും ആ ഒരു വികാരമായിരുന്നു ഉണ്ടായിരുന്നത്.
മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഇത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതമാണ് ജീവിച്ചിരുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു അഹങ്കാരമോ ഒരു ദുസ്വഭാവങ്ങളോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ രഹസ്യമായി ദാറുൽ അർഖമിലേക്ക് പോവുകയാണ് എന്താണ് ഈ സന്ദേശം എന്ന് കണ്ടെത്താൻ വേണ്ടി. അദ്ദേഹം മിണ്ടാതെ അകത്തേക്ക് കയറുന്നു. വാതിലിൽ മുട്ടിക്കൊണ്ട് അദ്ദേഹം അകത്തേക്ക് കയറുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച, അദ്ദേഹം ജീവിക്കുന്ന നാട്ടിലെ അദ്ദേഹം സോഷ്യലി ഹൈ സ്റ്റേറ്റസ് ഉള്ള ആളാണ്. അദ്ദേഹം കാണുന്നത് സോഷ്യലി ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ടുള്ള പാവപ്പെട്ട ആളുകളും അടിമകളുമാണ് ഇരിക്കുന്നതായിട്ട് അവിടെ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്അബ് ബിൻ ഉമൈർ വരുന്നത് കണ്ടിട്ടും അദ്ദേഹം സംസാരം നിർത്തുന്നില്ല. അദ്ദേഹം സ്വർഗത്തെയും നരകത്തെയും പറ്റി നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അദ്ദേഹം മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കാതെ സംസാരം അവസാനിപ്പിച്ചതിന് ശേഷം മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹം ആ അവസരത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുകയാണ് എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്അബിനോട് പറയാണ്, നീ നിന്റെ ഇസ്ലാം പ്രൈവറ്റ് ആയിട്ട് വെക്കണം, അതുകൊണ്ട് പുറത്തേക്ക് പറയരുത്. കാരണം പല സഹാബത്തും ആ സമയത്ത് പ്രൈവറ്റ് ആയിട്ടാണ് വെച്ചിരുന്നത്. കാരണം പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചില റിപ്പർക്കഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടങ്ങളിൽ ആളുകൾക്ക് ഇസ്ലാം കുറച്ച് അത്യാവശ്യം എത്തുന്നത് വരെ അത് പ്രൈവറ്റ് ആക്കി വെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശിഷ്യനാവുകയാണ്, അഥവാ അവിടെ വന്ന് നിരന്തരം പഠിക്കുകയാണ് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട്. അപ്പൊ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതായിട്ട് ആരാണ് കണ്ടെത്തിയത്? ഉസ്മാൻ ഇബ്നു ത്വൽഹ റളിയല്ലാഹു, അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. ഉസ്മാൻ ഇബ്നു ത്വൽഹ മക്കൻ ഫതഹിന്റെ സമയത്ത് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. മാത്രമല്ല കഅബയുടെ താക്കോൽ പ്രവാചകനെ ഏൽപ്പിക്കുന്നത് ഉസ്മാൻ ഇബ്നു ത്വൽഹയാണ്. ആ ഉസ്മാൻ ഇബ്നു ത്വൽഹ പക്ഷെ അന്ന് മുസ്ലിം അല്ലാത്ത ഉസ്മാൻ ഇബ്നു ത്വൽഹ ഈ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നത് കണ്ടിട്ട് ഇസ്ലാം സ്വീകരിച്ചതായി അറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ അടുത്ത് പോയി കാര്യം പറയണം. ഉമ്മ അത് വിശ്വസിക്കാത്ത അത്രയും നല്ല കുട്ടിയാണ്, ഒരിക്കലും എന്നോട് പറയാതെ അവൻ ഇസ്ലാം സ്വീകരിക്കുകയില്ല എന്നൊക്കെ മുസ്അബിന്റെ ഉമ്മ പറയുകയും അദ്ദേഹം മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്ന് അവരോട് കാര്യങ്ങൾ ചോദിച്ച് അങ്ങനെ മനസ്സിലാക്കി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കുന്നു. അപ്പോൾ അവർക്ക് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പബ്ലിക്കായിട്ട് വന്ന് മർദ്ദിക്കാൻ കഴിയൂല. കാരണം ഒന്ന് സോഷ്യൽ ഹൈ സ്റ്റാറ്റസ് ഉള്ള വ്യക്തിയാണ്, രണ്ടാമത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, മർദ്ദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള നാട്ടിലുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അദ്ദേഹം ഒരു ട്രെൻഡ് സെറ്റർ ആണ്. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം എന്താണോ ധരിക്കുന്നത് അതാണ് ട്രെൻഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരത് വളരെ പരസ്യമാക്കാനും നിന്നില്ല. അദ്ദേഹത്തിന്റെ ഉമ്മ വളരെ വലിയ വിഷമത്തിലായി. അദ്ദേഹത്തിന് നിരന്തരം മർദ്ദിക്കാൻ തുടങ്ങി, ഒച്ചുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തെ ആ വീട്ടിൽ തന്നെ തടങ്കലിലാക്കുകയാണ്. എല്ലാം അവസാനിപ്പിച്ചു. സോളിറ്ററി ആയിട്ട് അദ്ദേഹത്തിന് ഒറ്റക്ക് ഒരു തടവ് മുറിയിൽ ഇട്ടിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം മാത്രം കൊടുത്ത്, അദ്ദേഹത്തിന് മർദ്ദിക്കാൻ കഴിയുന്നില്ല ഉമ്മാക്ക്. പക്ഷെ അദ്ദേഹത്തെ ഒരു ആളെ ഏൽപ്പിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തെ നോക്കാൻ വേണ്ടി. എന്നിട്ട് ലിറ്ററലി അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ജയിലിലാക്കി. പക്ഷെ മുസ്അബ് ഇബ്നു ഉമൈർ അതിൽ നിന്ന് ഒരു മാറ്റവും വരുത്താതെ അദ്ദേഹം ഈ ഒരു അവസ്ഥയിൽ അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുകയാണ്. പണ്ഡിതന്മാർ പറയുന്ന ഒരു വിഷയമുണ്ട്. ഇപ്പൊ ഈ ഇബ്നു മസ്ഊദ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഹബാബ് ആയിക്കോട്ടെ, ഈ അമ്മാർ, ബിലാൽ, യാസിർ, എല്ലാ സഹാബത്തും പീഡനം അനുഭവിച്ചിരുന്ന ഒരുപാട് സഹാബത്തുകളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ത്യാഗങ്ങൾ അതിഭയങ്കരമാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, അവരാരും ദുനിയാവിന്റെ നിഅമത്ത് ടേസ്റ്റ് ചെയ്തിട്ടില്ല. അവരാദ്യമേ അടിമകളായി അവർക്ക് ദുനിയാവിന്റെ യാതൊരു നിഅമത്തും ലഭിക്കാത്ത അവസ്ഥയിലാണ് അവർ വീണ്ടും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ. പക്ഷെ മുസ്തഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദുനിയാവിന്റെ ഏറ്റവും വലിയ ലക്ഷറി കണ്ടു കഴിഞ്ഞു. അദ്ദേഹം അത്രയും ദുനിയാവിന്റെ നിഅമത്ത് മുഴുവനും കണ്ട വ്യക്തിയാണ്. ആ നിഅമത്തുകളെല്ലാം അവസാനിപ്പിച്ചിട്ട് ഒറ്റ രാത്രി കൊണ്ട് അത് കംപ്ലീറ്റ് ഫ്ലിപ്പ് ചെയ്യാണ്. അദ്ദേഹം നേരെ ദരിദ്രനായി, കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടുകയാണ്. മുസ്അബ് ഇബ്നു ഉമൈർ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ മുസ്അബ് ഇബ്നു ഉമൈറിന്റെ ത്യാഗം അതിന് മറ്റൊരു ഡിമെൻഷൻ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്ന് ധാരാളം ഖുർആൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഖുർആൻ എല്ലാം അദ്ദേഹം ആ തടവിലിരിക്കെ തന്നെ ഓതുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മയോട് ഒരിക്കലും മോശമായി പെരുമാറുന്നില്ല. അങ്ങനെ ഇരിക്കെ മുസ്ലിങ്ങൾക്ക് അബസീനിയയിലേക്ക് ഹിജറ ചെയ്യാനുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ മുസ്അബ് ഇബ്നു ഉമൈർ അവിടുന്ന് രാത്രി ഈ കാവലിനെ ഏൽപ്പിച്ച ആളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം ഇവിടേക്ക് പോവുകയാണ്, അബസീനിയയിലേക്ക് പോവുകയാണ്. അദ്ദേഹം അതിന്റെ ഇടയിൽ, അല്ലെങ്കിൽ പോയതിനു ശേഷമൊക്കെ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചിരുന്ന സൈനബ് റളിയല്ലാഹു അൻഹയുടെ, നമ്മുടെ ഉമ്മയുടെ സഹോദരിയായ ഹമന ബിൻത് ജഹ്ഷിനെ വിവാഹം കഴിക്കുന്നുണ്ട് എന്നുകൂടി നമുക്കിതിൽ കാണാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം അബസീനിയയിലായിരിക്കെ അദ്ദേഹം
അബസീനിയയിലായിരിക്കും മുഴുവൻ, അബസീനിയയിലേക്ക് ഹിജ്റ പോയ മുഴുവൻ സഹാബത്തും ഇതിന്റെ ഇടയിൽ തിരിച്ചു വരുന്നുണ്ട്. അഥവാ മക്കക്കാരെല്ലാം ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത കേട്ടത്, ആ വാർത്ത തെറ്റായിരുന്നു. അതിന്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. പക്ഷെ ഏതായിരുന്നാലും ആ വാർത്ത കേട്ടപ്പോൾ അവർ തിരിച്ചു വന്നു. അങ്ങനെ അവർ തിരിച്ചു വന്നിട്ട് ആദ്യം തിരിച്ചു വന്ന മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു ഉമ്മയെ കാണാൻ പോകുന്നതിന് മുൻപ് പ്രവാചകനെയാണ് കാണാൻ പോകുന്നത്. പ്രവാചകനോട് കണ്ട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഉമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അത് ഉമ്മ ചോദിക്കുകയാണ്, ഉമ്മ അത്രയും വിഷമത്തിലാണ്. ഉമ്മ ചോദിക്കുകയാണ്, നീ തിരിച്ചു വന്നിട്ട് നീ ആദ്യം മുഹമ്മദിനെയാണോ എന്നെ കാണുന്നതിന് മുമ്പ് കണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മുസ്അബ് ബിൻ ഉമൈർ ഒരു കുലുക്കമില്ലാതെ പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെക്കാൾ വലുത്. നിങ്ങളെ ആണ് എന്നെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചത് അദ്ദേഹത്തിലൂടെയാണ്. അഥവാ അദ്ദേഹത്തോടുള്ള സ്നേഹമാണ് എനിക്ക് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് ഈ പച്ചയായ യാഥാർത്ഥ്യം പറയുകയാണ് മുസ്അബ് ബിൻ ഉമൈർ. മുസ്അബ് ബിൻ ഉമൈറിനോട് ഉമ്മ പറയുകയാണ്, നീ നിന്റെ ഈ ദീൻ അവസാനിപ്പിച്ചാൽ നിനക്ക് ഈ എല്ലാ സമ്പത്തും നിനക്ക് തിരിച്ചു ലഭിക്കും. അപ്പൊ ആ സമ്പത്തിന്റെ കാര്യം പറഞ്ഞ് മുസ്അബ് ബിൻ ഉമൈറിനെ വശീകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മുസ്അബ് ബിൻ ഉമൈർ പറയുന്ന മറുപടി, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹു നിങ്ങൾക്കെല്ലാം പുറത്തു നൽകി നിങ്ങൾക്ക് സ്വർഗം നൽകിയേക്കാം. അപ്പോ അവർ പറയുകയാണ്, നീ ഇതേ അവസ്ഥയിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിന്റെ ഉപ്പയുടെ സ്വത്തിൽ നിന്നും ഒരു ദിർഹം പോലും ലഭിക്കാത്ത അവസ്ഥയിലായിരിക്കും നീ തിരിച്ചു പോവുക എന്ന് പറഞ്ഞപ്പോൾ മുസ്അബ് പറഞ്ഞു, ശരി, എനിക്കതിലൊരു കുഴപ്പമില്ല, എനിക്കൊരു സമ്പത്തും വേണ്ട എന്നുള്ളത്. അപ്പോൾ അതും വില പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ മുസ്അബ് ഉമൈറിന്റെ ഉമ്മ പറഞ്ഞത്, ഞാൻ നിന്റെ ഉപ്പയുടെ സഹോദരന്മാരെ വിളിച്ചിട്ട് ഞാൻ നിന്നെ വീണ്ടും എന്ത് ചെയ്യാണ്, ജയിലിലിടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ, ഇനി നിങ്ങൾ എന്നെ ജയിലിലിട്ട് കഴിഞ്ഞാൽ ആരാണോ എന്നെ കാവലിൽ നിൽക്കാൻ പോകുന്ന ആള്, അയാൾ ഒരു രാത്രി തികയ്ക്കൂല, അയാൾ ആ രാത്രിയോട് കൂടിയിട്ട് അയാളെ ജീവൻ നഷ്ടപ്പെടും എന്ന് മുസ്അബ് ബിൻ ഉമൈർ പറയുകയാണ്. ഇപ്പൊ ഈ ഒരു സമയത്ത് മുസ്അബ് ബിൻ ഉമൈർ അത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും ആക്രമിക്കും. അപ്പൊ ഒരു ഒഫൻസീവ് ഡിഫൻസ് ആയിക്കൊണ്ട് മുസ്അബ് ബിൻ ഉമൈർ ആ ഒരു സംസാരിച്ചപ്പോൾ അദ്ദേഹവും ഉമ്മയും തമ്മിലുള്ള ബന്ധം അതോടുകൂടി വേർപിരിയാണ്. അദ്ദേഹം വീട്ടിൽ നിന്ന് ഒരൊറ്റ ദിർഹം പോലും ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിട്ട് കൊണ്ടല്ല, മറിച്ച് മുശ്രിക്കായിക്കൊണ്ടാണ് മരണപ്പെട്ടത്. അങ്ങനെ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണ്, പ്രവാചകന്റെ കൂടെ തന്നെ ഉണ്ട് അദ്ദേഹം. അതേപോലെ അബസീനിയയിലായിരുന്ന സമയത്തും അദ്ദേഹം സീനിയർ ആയിട്ടുള്ള സഹാബത്തിന്റെ കൂടെ തന്നെയായിരുന്നു. കാരണം അവര് പ്രവാചകൻ അദ്ദേഹം ജയിലിലായിരുന്ന സമയത്ത് എന്തൊക്കെയാണോ ഇൽമ് നഷ്ടപ്പെട്ടത്, ആ നഷ്ടപ്പെട്ട ഇൽമ് കരസ്ഥമാക്കാൻ വേണ്ടി അദ്ദേഹം സീനിയർ ആയിട്ടുള്ള സഹാബത്തിന്റെ കൂടെയായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഖുർആൻ പഠിക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ 11 വർഷങ്ങൾക്ക് ശേഷം, നുബുവത്ത് ലഭിച്ച് 11 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന്റെ അവസരം, അഥവാ 13 വർഷത്തിന്റെ അവസാനം, അഥവാ ഇനി ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ ഹജ്ജിന് വേണ്ടിയിട്ട് വരുന്ന ഗോത്രങ്ങളോട് പ്രബോധനം ചെയ്ത് ഏത് ഗോത്രമാണ് തന്നെ സ്വീകരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിലാണല്ലോ അൻസാരികളെ പരിചയപ്പെടുന്നതും അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീന് കൊടുക്കുന്നതും. അപ്പോൾ മറ്റുള്ള പുറത്തുള്ള ആളുകളോട് സംസാരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖും ഉണ്ട്, അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം ഒരു 6 ചെറുപ്പക്കാരെ പറ്റി കേൾക്കുകയാണ്. ഈ 6 ചെറുപ്പക്കാരെ പറ്റി കേട്ടിട്ട് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കാണുകയും എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ യസ്രിബിൽ നിന്നാണോ വരുന്നത് എന്ന് ചോദിച്ച് അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ദീനും ഖുർആനും എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ 6 പേര് പറയാണ്, ഇത് തന്നെയാണ് ജൂതന്മാർ, അല്ലെങ്കിൽ അവർ ജൂതന്മാരുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്, ജൂതന്മാർ അവർക്ക് കിതാബുള്ള ആളുകളാണല്ലോ, അവർ പറയുന്നതും ഇത് തന്നെയാണ്, അവരെക്കാൾ മുന്നേ നമുക്ക് ഈ ദീന് സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ 6 പേര് ഇസ്ലാം സ്വീകരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ 6 പേര് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആരെങ്കിലും നമ്മളെ കൂടെ ഒന്ന് വിടാൻ പറ്റുമോ? ഈ ഒരു സന്ദേശം അവിടെ എത്തി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ വിടുന്നത് മുസ്അബിനെയാണ്. യസ്രിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അന്നത്തെ അവസ്ഥയിൽ അന്നത്തെ ചെറുപ്പക്കാർ മാത്രമേ ഉള്ളൂ. കാര്യപ്പെട്ട പ്രായമായ ആളുകൾ എല്ലാവരും പരസ്പരം യുദ്ധം ചെയ്ത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അവിടേക്ക് അസദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ എടുത്തുകൊണ്ട് മദീനയിലേക്ക് പോകുന്നു. അങ്ങനെ മദീനയിലേക്ക് പോയിക്കൊണ്ട് മുസ്അബ് ഇബ്നു ഉമൈർ ആളുകളിലേക്ക് പ്രബോധനം ആരംഭിക്കുകയാണ്. അഥവാ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയിട്ട് ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അന്യ നാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് മുസ്അബ് ഇബ്നു ഉമൈറിനെ. ഈ ഒരു സന്ദർഭത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല മദീനയിലേക്ക് ആയിരിക്കും ഹിജ്റ പോകുക എന്നുള്ളതൊന്നും പ്രവാചകൻ അറിയില്ല. എല്ലാവരോടും പ്രബോധനം ചെയ്യുന്നത് പോലെ ഒരു 6 പേരെങ്കിൽ 6 പേരോട് ഞാൻ ദീന് പറഞ്ഞു എന്നുള്ള ഒരു അവസ്ഥയിൽ 6 പേരുടെ കൂടെ മുസ്അബിനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവിടെ എത്തി ഇങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ 1-2 ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കുന്തം കൊണ്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ച് വരുന്ന സമയത്ത് മുസ്അബ് ഇബ്നു ഉമൈറിന്റെ നേരെ വരികയാണ്. അപ്പൊ അസദ് റളിയല്ലാഹു അൻഹു പറയാണ്,
അദ്ദേഹം ഈ വരുന്ന ആള് അത്ര നല്ല മൂഡിലല്ല വരുന്നത്. അദ്ദേഹം ഒരു സയ്യിദ്, ഒരു നേതാവാണ്. അദ്ദേഹം നമ്മളെ ദീൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അദ്ദേഹം പറയുന്ന ദീൻ അദ്ദേഹം സ്വീകരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇത് സ്വീകരിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അത് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പൊ ഉസൈദ് ബിൻ ഹുദൈർ നേരെ വന്നിട്ട് പറയാണ്, നീ നിന്റെ ആളുകളോട് എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് ഞാൻ കേട്ടു, എനിക്ക് സമാധാനത്തോട് കൂടിയിട്ട് ഇവിടുന്ന് ഒന്നില്ലെങ്കിൽ മടങ്ങാം, അല്ല എന്നുണ്ടെങ്കിൽ ഈ കുന്തത്തിന്റെ അറ്റം അത് നീ നേരിടേണ്ടി വരും എന്ന് പറയുകയാണ്. മുസബ് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊന്ന് ഇവിടെ ഇരിക്കണം, എനിക്ക് എന്താണോ പറയാനുള്ളത് അത് നിങ്ങളൊന്ന് കേൾക്കുക, അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോവാം, പക്ഷെ ഇഷ്ടപ്പെട്ടാൽ അത് നമുക്ക് എന്ത് ചെയ്യാം, അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. മുസ്അബ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ആലയുടെ ചില വചനങ്ങൾ ഓതുകയും ഇസ്ലാം എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഉസൈദ് ബിൻ ഹുദൈർ ആകെ അത്ഭുതപ്പെട്ടുകൊണ്ട് പറയാണ്, ഇത് വളരെ സുന്ദരമായ ആശയമാണ്, എനിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ കൂടാൻ പറ്റുക? അപ്പോൾ മുസബ് പറഞ്ഞു, ഒന്നുമില്ല, നേരെ ഒന്ന് ഗുസ്ൽ ചെയ്യണം, ഒന്ന് കുളിക്കണം, നേരെ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഈ മനുഷ്യൻ പോയി അദ്ദേഹം നേരെ വന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഉസൈദ് ബിൻ ഹുദൈർ പറയാണ്, ഒരാളുണ്ട്, ആ ആളോട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം ഇസ്ലാം ആയി കഴിഞ്ഞാൽ ഒരു ഖൗമ മുഴുവൻ ഇസ്ലാം സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉസൈദ് ബിൻ ഹുദൈർ മുസ്അബ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ മുആദിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ സഅദ് ബിൻ മുആദിന്റെ അടുത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഉസൈദ് ബിൻ ഹുദൈർ നേരെ ചെന്ന് സഅദ് ബിൻ മുആദിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നിങ്ങളുടെ കസിനായ അസദ് ബിൻ ദുറാറയെ ആരോ ആക്രമിക്കാൻ വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്, ഒന്ന് പോയി നോക്കണം എന്ന് പറയാം. അപ്പൊ നേരെ സഅദ് ബിൻ മുആദ് മുസ്അബിന്റെ അടുത്തേക്ക് വരുന്നു, അസദിന്റെ അടുത്തേക്ക് വരുന്നു. മുസ്അബ് പറയുന്നു, അതല്ല, നിങ്ങളൊന്ന് ഇരുന്നിട്ട് ഈ ഒരു വിഷയം കേൾക്കണം എന്ന് പറഞ്ഞു. ഉസൈദ് ബിൻ ഹുദൈറും ഉണ്ട്, സഅദ് ബിൻ മുആദും ഉണ്ട്. അങ്ങനെ സഅദ് ബിൻ മുആദും അവിടുന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ്. അങ്ങനെ സഅദ് ബിൻ മുആദ് പറയാണ്, വേറൊരു വ്യക്തി കൂടി ഉണ്ട്, അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സഅദ് ബിൻ മുആദ്, അതേപോലെ ഉസൈദ് ബിൻ ഔസ് ഖസ്റജിന്റെ നേതാക്കന്മാരായിരുന്നു ഇവർ. അപ്പൊ ഈ 3 നേതാക്കന്മാരും ഒരുപോലെ ഇസ്ലാം സ്വീകരിക്കുകയാണ്. സഅദ് ബിൻ മുആദ് നേരെ അദ്ദേഹത്തിന്റെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചിട്ട് പറയാണ്, ഞാൻ ഒരു ദീന് സ്വീകരിച്ചിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ ഏകനായ ദൈവമായി ആരാധിക്കുകയും സ്വീകരിക്കുകയും നിങ്ങളിപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിഗ്രഹങ്ങളെയും നിങ്ങൾ വെടിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനും നിങ്ങളും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല, എല്ലാ ഗോത്രപരമായ റിലേഷൻസ് എല്ലാം നമ്മൾ ഇനി മുതൽ ഉണ്ടാവില്ല, അതെല്ലാം അബ്രോഗേറ്റ് ചെയ്യപ്പെടും എന്ന് സഅദ് ബിൻ മുആദ് തന്റെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ ചോദിക്കുന്നത്, എന്താണ് ഈ സംഭവം, എന്താണ് ഈ കാര്യം, എന്താണ് ഈ ദീന് എന്ന് ചോദിക്കുമ്പോൾ സഅദ് ബിൻ മുആദ് പറയുന്നത്, എല്ലാം നിങ്ങൾക്ക് ഈ വ്യക്തി പറഞ്ഞു തരും, അഥവാ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരും. അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഒന്നല്ല 100 കണക്കിന് ആളുകളാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഒരു കാലഘട്ടത്തിൽ മക്കയിലെ അത്രയും ധനികനായ വ്യക്തി, എല്ലാ സമ്പത്തും കയ്യിലുണ്ടായിരുന്ന ഒരു വ്യക്തി, ഒറ്റ രാത്രി കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ട്, കയ്യിലുള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ട് ഒന്നുമില്ലാത്തൊരു വ്യക്തിയായിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് അള്ള കൊടുത്തത് എന്താ, അള്ള അതിന് പകരം വെച്ചത് എന്താ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഇത്രയും ആളുകളെ അദ്ദേഹമാണ് ഇസ്ലാം സ്വീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കിയത്. ഇത്രയും ആളുകൾ, ഈ നേതാക്കന്മാരും ഈ പറയുന്ന മദീനക്കാരുമാണ് ഇസ്ലാം സ്വീകരിക്കാനുള്ള, അല്ലെങ്കിൽ ഇവർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ്, ഇവരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് അവിടെ ഒരു ഭരണം സ്ഥാപിച്ച് ഇസ്ലാമിന് വലിയ ഇസ്സത്ത്, ഇസ്ലാമിന്റെ വളർച്ചയുടെ ഘട്ടം, ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ചയുടെ പ്രാരംഭ ഘട്ടം തുടങ്ങുന്നത് മദീനയിലാണ്. ആ മദീനക്കാരെ മുഴുവൻ ഇസ്ലാം സ്വീകരിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചതാണ്. അപ്പൊ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന് അതിന്റെ പേരിൽ ലഭിക്കാൻ പോകുന്ന പ്രതിഫലം, ഇവരെല്ലാവരും, നമ്മളിലൂടെ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലം നമുക്ക് ലഭിക്കും പരലോകത്ത് വെച്ചിട്ട്, അവർക്കൊന്നും തന്നെ കുറയാതെ. ഇത് നമുക്കറിയാലോ, എത്ര പേര് ആണ് മുസ്അബ് ബിൻ ഉമൈറിലൂടെ ഇസ്ലാം സ്വീകരിച്ചത്. ഇത് ഓരോ ദാഴിമാർക്കും ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ആണ് മുസ്അബ് ബിൻ ഉമൈർ. അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് അദ്ദേഹം അള്ളാഹുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് പകരം നൽകിയത് നമുക്കൊന്നും ചിന്തിക്കാനും ഊഹിക്കാനും പോലും പറ്റാത്തത്രയാണ് എന്നുള്ളത് ചരിത്രം പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് ബിൻ ഉമൈറിനെ പിന്നെ കാണുന്നത് അടുത്ത ഹജ്ജിന്റെ സമയത്താണ്. 70ഓളം ആളുകൾ, അൻസാരികളായ 70ഓളം ആളുകളാണ് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചിട്ട് അവരെ കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ്, 6 പേര് വെച്ച് പോയതാ. അപ്പൊ മുസ്അബ് ബിൻ ഉമൈർ തിരിച്ചു വരുന്നു. അങ്ങനെ പിന്നെ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന പിന്നീട് ഹദീസിൽ, കാരണം ഇവരുടെ ഹിജ്റ പിന്നീട് സംഭവിക്കുന്നത് പ്രവാചകൻ അങ്ങോട്ട് ഹിജ്റ പോകുന്നതൊക്കെയാണ്. അപ്പൊ ആദ്യം വരുന്നത് മുസ്അബ് ബിൻ ഉമൈറും ഇബ്നു ഉമ്മി മക്തൂമാണെന്ന് ബറാ ഇബ്നു ആസിബ് പറയുന്നു. അമ്മാറും ബിലാലും പിന്നെ വരുന്നു.
അങ്ങനെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഇബ്നു അമ്മി മക്തൂമാണ് നമ്മളെ ഖുർആൻ പഠിപ്പിച്ചത് എന്ന് ബറാ ഇബ്നു ആസിബ് പറയുന്നുണ്ട്, മദീനക്കാരുടെ ഭാഗത്ത് നിന്നുകൊണ്ട്. എന്നിട്ട് ബറാ ഇബ്നു ആസിബ് പറയാണ്, ഞാൻ ഇതുവരെ മദീനക്കാർ ഇത്രയേറെ എക്സൈറ്റഡ് ആയിട്ട് സന്തോഷവാനായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോഴാണ് ഇവർ ഇത്രയേറെ കണ്ട ഒരു ആവേശമല്ല, അത് ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടില്ല. സ്ത്രീകളും കുട്ടികളും നിരത്തിലാണ്, അവര് അങ്ങാടിയിൽ കാത്തു നിൽക്കുകയാണ് പ്രവാചകനെ. എന്നിട്ട് അദ്ദേഹം പറയാണ്, അപ്പോൾ നമ്മൾ അദ്ദേഹം വരുമ്പോൾ തന്നെ, പ്രവാചകൻ വരുമ്പോൾ തന്നെ പല അൻസാരികളും പല ഖുർആനും മനഃപ്പാടമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഇത് ആരാണ് അവിടെ സൃഷ്ടിച്ചത്? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒറ്റയാൾ പോരാളി, അദ്ദേഹമാണ് ഇത്രയും വലിയ. അപ്പൊ ഇവരാരും പ്രവാചകനെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ആ നേരിട്ട് കാണാത്ത ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രയേറെ സ്നേഹിക്കുന്നു, പരമാവധി ഖുർആൻ പഠിക്കുന്നു, അവർ ഇസ്ലാം സ്വീകരിക്കുന്നു, ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു. ആരാണ് ഇതിനൊക്കെ കാരണക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ പേരേ ഉള്ളൂ, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അതിന് അള്ളാഹ് അവസരം കൊടുത്തു എന്നുള്ളതാണ് കാണാൻ സാധിക്കുക. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ ഞാൻ പ്രവാചകന്റെ കൂടെ ഇരിക്കുമ്പോൾ മുസ്അബ് നമ്മളെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിന് ഒരു വസ്ത്രമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ, അത്രയും കണ്ടു കഴിഞ്ഞാൽ വളരെ ദരിദ്രന്മാർ ധരിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കണ്ടിട്ട് കരയാണ്. അദ്ദേഹം പറയാണ് എത്രത്തോളം നല്ല ജീവിതമാണ് അദ്ദേഹം മക്കയിൽ ജീവിച്ചിരുന്നത് എന്ന കാലഘട്ടം ഓർത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ, നിങ്ങൾ ഇപ്പോൾ ഉള്ള അവസ്ഥ അല്ല, മറിച്ച് പണം വരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയിലായിരിക്കും നിങ്ങൾ കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടാൻ പോകുന്നത് എന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഇനി ബദറിന്റെ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടി ഏൽപ്പിക്കുന്നത് മുസ്അബ് ഇബ്നു ഉമൈർ, നേതാക്കന്മാർക്കാണ് കൊടി നൽകുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോ ആ കൊടി പിടിക്കുന്ന ആള് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു സംഘം അല്ലെങ്കിൽ ആ ഒരു ആർമി നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഉദ്ദേശം. അപ്പൊ ഖുറൈശികളെ അങ്ങനെ അവർ കൊണ്ടുവരുന്നു. അപ്പോ ബദർ വിജയിക്കുകയും ബദറിൽ ആളുകൾ പെട്ടതായിട്ടൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഈ പിടിക്കപ്പെട്ട ആളുകളിൽ അഥവാ ബന്ദികളായി പിടിക്കപ്പെട്ടതിൽ അബൂ യസീദ് ബിൻ ഉമൈറ എന്ന് പറയുന്ന സഹാബി, അല്ലെ അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം മുസ്അബ് ബിൻ ഉമൈറിന്റെ അനിയനാണ്. മുസ്അബ് ബിൻ ഉമൈർ അബൂ യസീദിനെ കണ്ട സമയത്ത് മുസ്അബ് ബിൻ ഉമൈർ പറഞ്ഞത്, അദ്ദേഹത്തെ നന്നായി ബന്ധിച്ചോളൂ, അദ്ദേഹത്തിന്റെ ഉമ്മയുടെ അടുത്ത് ധാരാളം സമ്പത്തുണ്ട്, നമുക്ക് നല്ല രീതിയിൽ സമ്പത്ത് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോൾ മുസ്അബ് ബിൻ ഉമൈർ പറയാണ്, അല്ല അബൂ യസീദ് പറയാണ്, ഇതാണോ നീ നിന്റെ സഹോദരനെ പറ്റി പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മുസ്അബ് പറഞ്ഞത്, എന്റെ സഹോദരൻ താങ്കളല്ല, അദ്ദേഹമാണ് എന്റെ സഹോദരൻ. അഥവാ അദ്ദേഹത്തെ ബന്ധിപ്പിക്കുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അതാണ് സഹോദരൻ. അഥവാ അവിടെ ആദർശ ബന്ധമാണ് നമ്മുടെ സഹോദര ബന്ധത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് അവിടെ മുസ്അബ് ബിൻ ഉമൈർ പറയുകയാണ്. ഉഹുദിന്റെ സമയത്ത് മുസ്അബ് റളിയല്ലാഹു അൻഹു ഇതുപോലെ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന് ഈ കൊടി നൽകുന്നു. അങ്ങനെ മുസ്ലിങ്ങൾ ആദ്യം വിജയിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ ഉഹുദ് യുദ്ധത്തിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. അമ്പ് ചെയ്യാൻ ഏൽപ്പിച്ച ആളുകൾ താഴോട്ട് വരികയും ഖാലിദ് ബിൻ വലീദ് ഇത് കണ്ടെത്തി അദ്ദേഹത്തിന്റെ ആർമിയുമായിട്ട് നേരെ പ്രവാചകനെ ആക്രമിക്കാൻ വേണ്ടി വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് ഒരു വലിയ ബറ്റാലിയൻ കയറി വരുന്നു, അല്ലെങ്കിൽ അതൊരു വലിയ അപകടം പ്രവാചകന് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട സമയത്ത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ കുതിരയും എടുത്തുകൊണ്ട് പ്രവാചകന്റെ അടുത്ത് നിന്നും ദൂരത്തേക്ക് പോവുകയാണ്. വലിയ ശബ്ദമുണ്ടാക്കി കയ്യിൽ ഒരു കൊടിയും പിടിച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് ഓടിപ്പോവുകയാണ് കുതിരപ്പുറത്തിരുന്നാണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? ഒന്ന് കാര്യം, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടാൽ പ്രവാചകനെ പോലെ ഉണ്ട് എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ടായിരിക്കെ, ഈ ഒരു കമോഷൻ ഉണ്ടാക്കി ഞാൻ വേറെന്തോ ചെയ്യാൻ പോകുന്നതാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ച് പരമാവധി പ്രവാചകന്റെ അടുത്ത് നിന്നും അവരെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് പോകുന്നതോട് കൂടിയിട്ട് മുസ്അബ് ബിൻ ഉമൈർ കൊല്ലപ്പെടുമെന്നും ഞാൻ ശത്രുക്കളുടെ ഇടയിലേക്കാണ് ഈ ഓടി രക്ഷപ്പെടുന്നത് എന്നുള്ളതും മുസ്അബ് ബിൻ ഉമൈറിന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ എന്റെ ജീവനല്ല, മറിച്ച് പ്രവാചകന്റെ ജീവനാണ് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവിടേക്ക് ഓടുകയാണ്. അബ്ദുള്ള നുഖനിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആർമറിലേക്ക് കൈകൊണ്ട് അടിച്ച, അല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് പരിക്കേൽപ്പിച്ച ആ ഒരു മനുഷ്യൻ തന്നെ മുസ്അബ് ബിൻ ഉമൈറിന്റെ ഈ കൊടി പിടിച്ചിരുന്ന ഒരു കൈ അറുത്ത് കളയുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ആ കൊടി എടുത്ത് ഇടത്തെ കൈയിലേക്കും ആ ഇടത്തെ കൈയും അറുത്ത് കളയുന്നു. അങ്ങനെ ഒരു കുന്തം വന്ന് മുസ്അബ് ബിൻ ഉമൈറിനെ കുത്തിയിട്ട് അദ്ദേഹം മരണപ്പെടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് ബിൻ ഉമൈറിനെ കണ്ട ചില സഹാബത്ത് പ്രവാചകനാണെന്ന് പോലും തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ, ആ യുദ്ധത്തിന്റെ ഇടയിൽ തന്നെ കരഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ നിലത്തേക്ക് വീഴുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഓതുന്നുണ്ട്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, ഈ ഒരു ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും അദ്ദേഹം പ്രവാചകനാണ്, അദ്ദേഹത്തിന് മുമ്പും പ്രവാചകന്മാരുണ്ടായിട്ടാണ്, അദ്ദേഹം മരണപ്പെടുമെന്നുള്ള ആയത്തൊക്കെ മുസ്അബ് ബിൻ ഉമൈർ ഓതുന്നുണ്ട്. അപ്പൊ 70ഓളം മുറിവുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോ
ഇബിൻ ഉമ്മി മക്തൂം അവർ രണ്ടുപേരുടെയും കൊടികൾ അവരുടെ നെഞ്ചിലുണ്ടായിരുന്നു മരണപ്പെടുന്ന സമയത്ത് എന്നുള്ളത് വലിയ ഒരു 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 ചരിത്ര പാഠമാണ്. അപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയാണ്, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുണി അന്വേഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ശരീരം മുഴുവൻ കവർ ചെയ്യാനുള്ള തുണി പോലും ഇല്ല. അപ്പോൾ തല മറയ്ക്കുമ്പോൾ, അത് വളരെ പ്രസിദ്ധമായ ചരിത്രമാണ്, തല മറയ്ക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാല് വെളിവാകും, കാല് മറയ്ക്കുമ്പോൾ തല വെളിവാകും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. പിന്നെ മുസ്അബിനെ കണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഈ കുറച്ച് ഇദ്ഖിറൊക്കെ വെച്ചിട്ട് കാലിന്റെ ഭാഗത്ത് മൂടിയിട്ട് അദ്ദേഹത്തെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെടുന്നത്. അദ്ദേഹം മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടതിന് ശേഷം പ്രവാചകൻ കരഞ്ഞുകൊണ്ട് ഓതുകയാണ്, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹു അലൈഹി മിൻഹും മൻ ഖദ നഹ്ബഹു വമിൻഹും മൻ യൻതളിർ വമാ ബദ്ദലു തബ്ദീല. മുഅ്മിനീങ്ങളിൽ ചില ആളുകൾ അവർ അള്ളാഹുവിനോടുള്ള വാഗ്ദാനം പാലിച്ചവരാണ്. ചില ആളുകൾ വാഗ്ദാനം പാലിച്ചു കഴിഞ്ഞു, ചില ആളുകൾ കാത്തിരിക്കുകയാണ് വാഗ്ദാനം പാലിക്കാൻ. പക്ഷെ അവരാരും തന്നെ അവരുടെ വാക്കിൽ നിന്നും പിൻവാങ്ങിയിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് പ്രവാചകൻ കരയുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബിനെ നോക്കിയിട്ട് പറയാണ്, അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത്, ഞാൻ സാക്ഷിയാണ് യൗമുൽ ഖിയാമയിൽ നിങ്ങൾ ശുഹദാക്കളാണ് എന്നുള്ളത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറയാൻ, സഹാബത്തിനോട് പറയാൻ, നിങ്ങൾ ഇവരെ നിരന്തരം വന്ന് അവരെ വിസിറ്റ് ചെയ്യണം, അവർക്ക് വേണ്ടി സലാം പറയണം. എന്നിട്ട് പറയാണ്, ഞാൻ വല്ലാഹി ആരുടെ കയ്യിലാണോ എൻ്റെ നഫ്സുള്ളത് അവനെ തൊട്ട് ഞാൻ സത്യം പറയാണ്, ഒരു മുസ്ലിമും വന്ന് സലാം പറയുന്നില്ല അവർക്ക് തിരിച്ച് ഇവർ സലാം മടക്കിയിട്ടല്ലാതെ, അഥവാ ഉഹുദിന്റെ ആളുകൾ തിരിച്ച് നമുക്ക് സലാം മടക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഉഹുദിലുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ മദീനയിൽ പോയി കഴിഞ്ഞാൽ ഉഹുദിലുള്ള ആളുകളെ വിസിറ്റ് ചെയ്യണമെന്നും അവർക്ക് നമ്മൾ സലാം നൽകണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വളരെ പ്രമുഖരായ സഹാബത്തെല്ലാം ഉഹുദിൽ മരണപ്പെട്ടിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഹമന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഹമന, നീ അബ്ദുല്ലാഹി ബിൻത് ജഹ്ഷിന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം, അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹംന ബിൻത് ജഹ്ഷ് അതിന് പ്രാർത്ഥിക്കുന്നു, നിന്റെ ഉമ്മയുടെ സഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കണം. അപ്പോഴും അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നീ നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, മുസ്അബ് ബിൻ ഉമൈർ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവർ വാവിട്ട് കരയാൻ തുടങ്ങുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാർക്ക് ഒരു സ്പെഷ്യൽ സ്ഥാനം തന്നെയാണുള്ളത് എന്നുള്ളത്. അബൂ വാഇൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു അസർ കാണാൻ പറ്റും, അവര് പിന്നീട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അപ്പോൾ അവരൊക്കെ പിന്നീട് ഇസ്ലാം കുറച്ച് വളർന്നതിന് ശേഷം കുറച്ച് സമ്പത്തൊക്കെ വന്ന് അവർ കുറച്ച് നല്ലൊരു ജീവിതം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഖബ്ബാബ് അത്രത്തോളം പേടിപ്പിക്കപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദം മക്കക്കാർക്ക് കേൾക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ ഒരു സൗകര്യത്തോടുകൂടി ജീവിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ പറയാണ്, ഈ നമുക്ക് മുൻകഴിഞ്ഞ ആളുകൾ ഈ ലോകത്തൊന്നും തന്നെ കിട്ടാതെ പോയി, ഒന്നും തന്നെ നേടാതെ, ഈ ലോകത്തുള്ള ഒന്നും തന്നെ ലഭിക്കാതെ പോയിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരം ഒന്ന് മറയ്ക്കാനുള്ള തുണി പോലും ഇല്ലാത്ത അവസ്ഥയിൽ. പക്ഷെ നമുക്കെല്ലാവർക്കും ഇന്ന് ഈ ദുനിയാവിന്റെ നിയാമത്തിൽ ലഭിക്കുന്നത് അത് നമുക്ക് പരലോകത്ത് വെച്ച് കുറഞ്ഞു പോകുമോ എന്നതാണ് ഖബ്ബാബിന്റെ പേടി. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും ഭക്ഷണം കൊണ്ടുവരുമ്പോൾ കരയാറുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹവും മുസ്അബ് ബിൻ ഉമൈറിന്റെ പേര് പറയാറുണ്ട്. മുസ്അബ് കൊല്ലപ്പെട്ടു, അദ്ദേഹം എന്നെക്കാളും നല്ല മനുഷ്യനായിരുന്നു. ഹംസ കൊല്ലപ്പെട്ടു, അദ്ദേഹം എന്നെക്കാളും നല്ല മനുഷ്യനായിരുന്നു. എനിക്ക് ഈ ദുനിയാവിലെ സൗകര്യങ്ങൾ അല്ല നൽകുന്നത്, എന്റെ ആഖിറത്തിൽ കുറയുമോ എന്നുള്ളതാണ് എന്റെ ഭയം എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. മുസ്അബ് ബിൻ ഉമൈറിന്റെ പേര് നിരന്തരം അവർ ഓർക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഹാബത്തിനെ പോലെ, അഥവാ ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത ഈ സഹാബത്തിന്റെ ജീവിതം നമുക്കൊരു വലിയ മാതൃകയാകാനും, അതുപോലെ ഒരിക്കലും ആവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ജീവിതത്തിൽ അതിൻ്റെയൊക്കെ ചില ഒരു ഏടുകൾ, അല്ലെങ്കിൽ ചില ട്രേസസ് എങ്കിലും നമുക്ക് ലഭിക്കാനും വേണ്ടിയിട്ടുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.